ദേശീയപാത നിർമ്മാണ ചരിത്രത്തിലെ ശ്രദ്ധേയമായ നേട്ടം. ദേശീയപാതയിലെ ചോറോട റെയിൽവേ മേൽപ്പാലത്തിനായി സെറ്റ് ചെയ്തു വെച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബോൺസ്ട്രിംഗ് സ്റ്റീൽ പാലം ക്രെയിൻ ഉപയോഗിച്ച് റെയിലിന് കുറുകെ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയായി. റോളറിന് മുകളിൽ സ്ഥാപിച്ച സ്റ്റീൽ പാലം കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ക്രെയിനിന്റെ സഹായത്തോടെ നീക്കി തുടങ്ങിയത്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രവൃത്തി തുടർന്നു. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ മുഴുവൻ നീക്കിക്കഴിഞ്ഞു. വളരെ മെല്ലെയാണ് വലിയ ഭാരമുള്ള പാലം മുന്നോട്ടേക്ക് നീക്കിയത്. വിവിധ മേഖലയിലെ വിദഗ്ധ എഞ്ചിനീയർമാരുടെയും മറ്റും സാന്നിധ്യത്തിലാണ് പ്രവൃത്തി നടന്നത്. നാട്ടുകാരിത് കാണാനും എത്തിയിരുന്നു. അപകടമൊന്നുമില്ലാതെ ജോലി പൂർത്തിയായ സന്തോഷം ഉദ്യോഗസ്ഥരും ജോലിക്കാരും ആർപ്പുവിളികളോടെയും പടക്കം പൊട്ടിച്ചുമാണ് ആഘോഷിച്ചത്. പാലം നീക്കുന്നതിനായി ഇരുവശത്തെയും ബന്ധിപ്പിച്ച് ഇരുമ്പ് ഗർഡർ സ്ഥാപിച്ച് മുകളിൽ റെയിൽ സ്ഥാപിച്ചിരുന്നു. 83 മീറ്റർ നീളമുള്ളതാണ് പാലം. പാലത്തിന്റെ മുന്നിൽ 2 വശത്തും ഘടിപ്പിച്ച ഇരുമ്പ് കയറാണ് ക്രെയിനിന്റെ സഹായത്തോടെ വലിച്ചത്. ഈ സമയത്ത് സ്റ്റീൽ പാലം പതിയെ മുന്നോട്ടു നീങ്ങി. ട്രെയിൻ കടന്നു പോവാത്ത സമയം നോക്കിയും 2 മണിക്കൂർ വീതം ഇടവേള എടുത്തുമാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. ഏതാണ്ട് 1 വർഷം മുൻപാണ് ചോറോഡിൽ സ്റ്റീൽ പാലം സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനായി ചോറോട് ചേന്നമംഗലം റോഡ് പൂർണ്ണമായും അടച്ചിരുന്നു. 6 മാസം മുൻപ് പ്രവൃത്തി പൂർത്തിയായെങ്കിലും റെയിൽവേയുടെ അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.